വെൽക്കം ടു യൂട്യൂബ് ചാനൽ അറ്റീതൽ നക്ഷത്രം. അപ്പോൾ നമ്മുടെ വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾ ചേട്ടന്മാർ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങൾ ചിക്കനും നെയ്ച്ചോറും കൂടി വെക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടാവും പിന്നെ ഏർപ്പാടാക്കി. അപ്പോൾ ഞങ്ങൾ ഇതാ വീട്ടിലൊക്കെ വന്ന് ഉള്ളിയൊക്കെ അരിയാണ്, ചേട്ടന്മാരൊക്കെ സഹായിച്ചു കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം ചിക്കണം. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾ ഇതൊക്കെയാണ് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ടിട്ടോ. അപ്പോൾ ഇപ്പോഴായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നത് വീഡിയോ ഒക്കെ ചെയ്യാൻ. അപ്പോൾ ഇതാ എന്താണ് ഋതുക്കുട്ടനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടന്മാരെന്നെ സഹായിക്കാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് മൈൻഡ് ചെയ്യാണ്ടിരുന്നു കേട്ടോ. അവർ ചെയ്തോട്ടെ, ന്യൂ ഇയർ ഒക്കെ അല്ലേ. അപ്പോൾ അവരുടെ സമയം 12 മണി വരെയൊക്കെ ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കേണ്ടതുകൊണ്ട് അവരൊക്കെ ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് സിമ്പിൾ പണികൾ, തക്കാളിയൊക്കെ അരിഞ്ഞു കൊടുക്കുക കേട്ടോ. തക്കാളി പച്ചമുളകൊക്കെ ഭയങ്കര അരിഞ്ഞു കൊടുക്കണം. അപ്പോൾ അല്ലിക്കുട്ടി അന്ന് മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. അല്ലിക്കുട്ടി മിണ്ടാതെ സൈലൻ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അല്ലിക്കുട്ടി. പിന്നെ മഞ്ജുത തക്കാളിയൊക്കെ അരിഞ്ഞു കൊടുക്കുകയാണ്. ഓരോ ചെറിയ പണികളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മൾ വീട്ടിൽ എല്ലാ സെറ്റുകളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഉള്ളിയൊക്കെ കഴുകി എല്ലാം സെറ്റ് ചെയ്തു. ഇവിടെ വീട്ടിന് ഉമ്മർത്തൊരു മാങ്ങമൂച്ചിൻ്റെ ചവിട്ടിലാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം നമ്മൾ മാങ്ങച്ചൂട്ടിലെടുപ്പ്. ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചി ഉള്ളിയൊക്കെ അരിഞ്ഞു കൊടുക്കണം. നമുക്ക് ഉള്ളി അരിഞ്ഞ് പെട്ടെന്ന് നമ്മുടെ കണ്ണുകൂടെ വെള്ളമൊക്കെ വരില്ലേ എല്ലാവർക്കും. എനിക്കൊക്കെ പെട്ടെന്ന് അരിഞ്ഞ കണ്ണുകൂടെ വെള്ളം വരും കേട്ടോ. ഞാനും ഉള്ളിയും കൂടി ഒരു ശത്രുതയാണ്. എനിക്ക് ഭയങ്കര കരച്ചിൽ വരും കേട്ടോ ഉള്ളി. അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞപ്പോൾ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് അരിഞ്ഞു. അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് അങ്ങനെ സങ്കടത്തോടെ ഇരിക്കണം, കണ്ണുകൂടെയൊക്കെ വെള്ളം വരഞ്ഞിട്ട് ഇരിക്കണം. പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ് പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ചിക്കൻ കറി വെക്കേണ്ടായിരുന്നു. മഞ്ജുവിൻ്റെ ഹസ്ബൻഡാണ്, സുധിയേട്ടനാണ് നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് വാട്ടിയും കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. ഉള്ളിയൊക്കെ നന്നായി വാടിയ ശേഷം ചിക്കൻ ഇടാമെന്ന് ഞങ്ങൾക്ക് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം. അപ്പോൾ ഒരു മാങ്ങമൂച്ചി ചോട്ടിലാണ് കേട്ടോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നെയ്ച്ചോറിനുള്ള ഉള്ളിയൊക്കെ നമ്മൾ വാട്ടുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി അത് ഉള്ളിയൊക്കെ നന്നായി വാട്ടി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നന്നായി വാട്ടിക്കണം. അപ്പോൾ ചേച്ചിയുടെ ബിരിയാണി കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഞ്ജു അല്ലിക്കുട്ടിയും ചേച്ചിൻ്റെ കുട്ടിയും കൂടിയും ബിരിയാണി കുറച്ച് വാരി കഴിക്കണം. അപ്പോൾ ചേച്ചിൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ കുറച്ച് പേര് ഇരുന്നപ്പോൾ ഞങ്ങൾ ആ ചേച്ചിൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ വാട്ടിയിട്ടൊക്കെ വരാമെന്നൊക്കെ വിചാരിച്ച് അവിടെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്ന് അവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്ന് ടി വി ഒക്കെ കണ്ട് കുറച്ച് നേരം കണ്ടൊക്കെ അവിടെ വന്നത്. അപ്പോൾ ഇവിടെ സമയമാവണുള്ളൂ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്നു. അപ്പോൾ ചേച്ചി കുറച്ച് ബിരിയാണിയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. കുറച്ച് ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അല്ലിക്കുട്ടിക്ക് അപ്പൂപ്പന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അപ്പൂപ്പൻ്റെ അടുത്ത് പോയിട്ട് അല്ലിക്കുട്ടി ഇരിക്കുകയാണ് കേട്ടോ. അല്ലിക്കുട്ടി ഫുള്ളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുകയാണ്. അപ്പോൾ ആ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് വന്നത് ആ നെയ്ച്ചോറിൻ്റെ മേലെ ഇട്ടാണ്. കനൽ കണ്ടോ, നന്നായിട്ടുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ചെറുതായിട്ടാണ് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ കനലൊക്കെ ആക്കി ഉള്ളിയൊക്കെ അതിൻ്റെ മേലെ വിതറിയിടുകയാണ് കേട്ടോ. അപ്പോൾ ആ കനൽ അതിൻ്റെ മേലെ വെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ അതിന് മേലെ വെച്ച് സെറ്റ് ചെയ്തിടണം. അപ്പോൾ ഏട്ടന്മാർ കുറച്ചുകൂടി ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം ഞങ്ങൾക്ക് ചെറിയൊരു ബീറൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ടീൻ. അപ്പോൾ 3 പേർക്ക് മേടിച്ച് തന്നു. അപ്പോൾ ഞങ്ങൾ ചെറുതായി കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ന്യൂ ഇയറൊക്കെ അല്ലേ, ഇപ്പോൾ ഒരു വർഷത്തിൽ എപ്പോഴെങ്കിലല്ലേ കുടിക്കുകയുള്ളൂ. അപ്പോൾ ശരി വേണ്ട ചേട്ടനൊക്കെ മേടിച്ചു തന്നതാ. ഞാൻ ഒരേ കുടിക്കണം കേട്ടോ. പിന്നെ ബ്രെഡും ചിക്കനൊക്കെ ആയിട്ട് നന്നായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മഞ്ജു കേട്ടോ. മഞ്ജുവിന് ചേച്ചിക്ക് വീഡിയോ എടുക്കാറും നല്ല ചമ്മലിട്ട് ബീറൊക്കെ കഴിക്കാറ് നല്ല നാണക്കടല്ലേ വേണ്ട. അവർ മുഖവും ഫേസൊന്നും തരുന്നേ ഇല്ല. പിന്നെ തൊണ്ട കനലൊക്കെ ആയി കനലൊക്കെ അതിന് മേലെ വെച്ച് ഇത്തിരി കനലൊക്കെ വെച്ച് ഭയങ്കര പിന്നെ ഡാൻസ് പാട്ടും കൂത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 10-11 മണിയാകുമ്പോൾ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഡാൻസൊക്കെ കളിക്കുകയാണ് കേട്ടോ. അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഫുൾ ഡാൻസിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഡാൻസൊക്കെ കാണുക, ഞങ്ങളുടെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ ഇതാണ് ഞങ്ങൾ കനലൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡാൻസാണ്. അപ്പോൾ എല്ലാവരുടെ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും 2025 ആശംസകൾ നേരുന്നു കേട്ടോ. അപ്പോൾ ഒരേ കളിയാണ്. അല്ലിക്കുട്ടീനെയൊക്കെ എടുത്തിട്ട് ഒരേ കളിയാണ് കേട്ടോ. പിന്നെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. നൈറ്റ് ഇങ്ങനെ എല്ലാവരും കൂടി ഡാൻസ് കളിക്കുന്നതൊക്കെ കേട്ടോ. നല്ലൊരു വൈബായിരുന്നു കേട്ടോ. നല്ല ഹാപ്പി ആയിട്ടല്ല ഞങ്ങളെല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.